നമസ്കാരം. മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബെല്ലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. ചാഞ്ചാട്ടങ്ങളിൽ ഉലയാതെ ഇന്ത്യൻ ഓഹരി വിപണികൾ. സെൻസെക്സും നിഫ്റ്റിയും നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. 2 പൈസ നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ച രൂപ. BSE ഓട്ടോ ഓഹരികൾക്ക് 1% നേട്ടം. ആദായ നികുതി റെയ്ഡിനെ തുടർന്ന് തകർന്നടിഞ്ഞ് കേബിൾ വയർ നിർമ്മാതാക്കളായ പോളിക്യാബ് ഓഹരികൾ. ബാങ്കിംഗ് സംവിധാനത്തിന് സൈബർ സുരക്ഷാ ഭീഷണി വലിയ വെല്ലുവിളിയെന്ന് RBI ഗവർണർ ശക്തികാന്ത ദാസ്. IT സൈബർ സുരക്ഷാ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബാങ്കുകളോട് ആവശ്യപ്പെട്ടു. രാജ്യവളർച്ചയ്ക്ക് കൈത്താങ്ങാകാൻ ഇന്ത്യൻ ബാങ്കിംഗ് സംവിധാനം സജ്ജമെന്ന് ശക്തികാന്ത ദാസ്. ക്രിപ്റ്റോയെക്കുറിച്ചുള്ള റിസർവ് ബാങ്കിന്റെ നിലപാടിൽ മാറ്റമില്ലെന്നും ക്രിപ്റ്റോ മാനിയ അപകടകരമെന്നും റിസർവ് ബാങ്ക് ഗവർണർ. ഗൂഗിളിന് പിന്നാലെ ജോലി വെട്ടിക്കുറച്ച് ആമസോണും. പ്രൈം വീഡിയോയിലെയും ആമസോൺ MGM സ്റ്റുഡിയോയിലെയും ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടും. 100 കണക്കിന് ജീവനക്കാർക്ക് ഈ വാരാന്ത്യത്തോടെ പിരിച്ചുവിടലിന്റെ നോട്ടീസായ പിങ്ക് സ്ലിപ്പ് ലഭിക്കും. വരാനിരിക്കുന്ന ഇടക്കാല ബജറ്റിൽ ഓഹരി വിറ്റഴിക്കൽ ലക്ഷ്യം 50,000 കോടിയിൽ താഴെ പരിമിതപ്പെടുത്തുമെന്ന് റേറ്റിംഗ് ഏജൻസി ഇക്ര. നീക്കം വിപണി ഇടപാടുകളിലെ അനിശ്ചിതത്വത്തെ തുടർന്ന്. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഓഹരി വിറ്റഴിക്കൽ ലക്ഷ്യത്തിൽ 36,000 കോടിയുടെ കുറവുണ്ടായേക്കുമെന്നും ഇക്ര. തമിഴ്നാട്ടിൽ 1000 കോടിയുടെ നിക്ഷേപം നടത്താൻ കരാർ ഒപ്പിട്ട മഹീന്ദ്ര വേൾഡ് സിറ്റി ഡെവലപ്പേഴ്സ്. റിയൽ എസ്റ്റേറ്റ് അടിസ്ഥാന സൗകര്യ മേഖലയിലെ നിക്ഷേപം 2000-ലധികം പേർക്ക് തൊഴിൽ നൽകും. നിക്ഷേപം അടുത്ത 5 വർഷത്തെ പ്രവർത്തനങ്ങൾക്ക്. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം അടൽ സേതു നാളെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. മറ്റ് ബിസിനസ് വാർത്തകളുമുണ്ട്. വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടി പൊടിപിടിക്കുകയാണ്. സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് നിർമ്മാണത്തിന്റെ ഹബ്ബായി ഗുജറാത്ത് മാറുമെന്നാണ് ഗുജറാത്ത് മുഖ്യമന്ത്രി പറയുന്നത്. അതേപോലെ തന്നെ പുതിയ മൊബൈൽ വാങ്ങാനിരിക്കുന്നവർക്ക് സന്തോഷ വാർത്തയുണ്ട്. വരാനിരിക്കുന്ന ബജറ്റിൽ മൊബൈൽ ഫോൺ പാർട്സിന്റെ ഇറക്കുമതി തീരുവ കുറച്ചേക്കുമെന്ന വാർത്ത വരുന്നുണ്ട്. മറ്റൊന്ന്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽപ്പാലം അടൽ സേതു. അത് 6 വരി പാലമാണ്. 2016 നിർമ്മാണോദ്ഘാടനം ചെയ്തതാണ്. ഇപ്പോൾ അത് പൂർത്തീകരിക്കപ്പെട്ടു. നാളെയാണ് അതിന്റെ ഉദ്ഘാടനം. 17,480 കോടി രൂപ ചെലവിട്ടാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കും നവി മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കും യാത്രാസമയം വളരെ കുറയ്ക്കും ഈ കടൽപ്പാലത്തിന്റെ വരവ്. ഇനി മറ്റു വാർത്തകളുമുണ്ട്. നമ്മൾ ഓഹരി വിപണികളിലേക്ക് പോവുകയാണെങ്കിൽ സെൻസെക്സും നിഫ്റ്റിയും നഷ്ടമല്ലായിരുന്നു എന്ന് നേരിയ മാർജിനിൽ എന്ന ലാഭത്തോടുകൂടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നിഫ്റ്റി 28.5 പോയിന്റ് കൂടി 21,647 ക്ലോസ് ചെയ്തത്. അതേപോലെ തന്നെ നിഫ്റ്റി ബാങ്കിംഗ് ഓഹരികളും നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് ഓഹരികളും ഇന്ന് ലാഭത്തിലായിരുന്നു. ബാങ്ക് 77 പോയിന്റും ഫിനാൻഷ്യൽ സർവീസസ് 24 പോയിന്റും ഉയർന്നാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അതേപോലെ തന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും 72,000 എന്ന് പറയുന്ന മാജിക് നമ്പറിലേക്ക് പോയിട്ടില്ല. 71,721 ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. 63 പോയിന്റ് ഉയർന്നാണ് സെൻസെക്സ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്ന് രൂപയ്ക്ക് നേരിയ നേട്ടമുള്ള ഒരു ദിവസമായിരുന്നു. 2 പൈസ വ്യത്യാസത്തിൽ 83 രൂപ 03 പൈസയ്ക്കാണ് ഇന്ന് ഡോളർ രൂപ വ്യാപാരം നടന്നത്. എന്തായാലും രൂപ കഴിഞ്ഞ ഒരാഴ്ചയായി കരുത്താർജിക്കുകയാണ്. മാത്രവുമല്ല, ഒരു സന്തോഷ വാർത്ത കൂടി വരുന്നത് വിപണി അവസാനിക്കുമ്പോൾ TCSന്റെ 3ാം പാദ ഫലങ്ങൾ വന്നിട്ടുണ്ട്. അത് പ്രതീക്ഷയ്ക്കും മുകളിലാണ്. മാത്രവുമല്ല, ഓരോ ഓഹരിക്കും 27 രൂപ ലാഭവിഹിതം നൽകുക എന്നത് ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. 18 രൂപ പ്രത്യേക ലാഭവിഹിതമായി നടപ്പ് സാമ്പത്തിക വർഷത്തിൽ നൽകുകയും ചെയ്യും. നമ്മുടെ അതിഥി റെഡിയാണ്. DBFSന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ പ്രിൻസ് ജോർജ് ആണ്. പ്രിൻസ് ജോർജ്, ഗുഡ് ഈവനിങ്. എന്തായാലും നമുക്കൊരു ഗുഡ് ഈവനിങ് പറയാമെന്ന് തോന്നുന്നു. US ഫെഡറൽ റിസർവിന്റെ പണപ്പെരുപ്പ നിരക്കുകൾ വരാനുണ്ട്. പക്ഷേ TCSന്റെ ലാഭം അത് പ്രതീക്ഷയ്ക്ക് മുകളിലാണ്. എങ്ങനെയായിരിക്കും ഇനി ഇന്നത്തെ ഒരു വ്യാപാരം അവസാനിച്ച് നേരിയ മാർജിനാണ്, നാളത്തെയൊക്കെ ഒരു ട്രെയിനിങ്? ഇന്നത്തെ വ്യാപാരം ഉച്ചയ്ക്ക് ശേഷം ഒരു ചെറിയ ഡിപ്പ് ഉണ്ടായെന്ന് വെച്ചാൽ പോസിറ്റീവായിട്ട് ക്രിസ്റ്റീന പറഞ്ഞ പോലെ പോസിറ്റീവായിട്ട് തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തതെന്നുള്ള വളരെ ആശ്വാസമുള്ള കാര്യമുണ്ട്. പക്ഷേ ഇനി മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് TCSനും അതുപോലെ ഇൻഫോസിസിന്റെ രണ്ടിന്റെ റിസൾട്ട് വന്നു. ഈ 2 റിസൾട്ടുകളെ പറ്റി മാർക്കറ്റിന് ചെറിയ തോതിലുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് മാർക്കറ്റിൽ TCSന്റെ ഓഹരികൾ കയറി, ഇൻഫോസിസിന്റെ ഓഹരികൾ കുറച്ച് താഴേക്ക് വന്നിരുന്നു. റിസൾട്ട് വന്നപ്പോഴും TCSന്റെ ഒരു ആവറേജ് ആൻഡ് ഒരു മോശം റിസൾട്ട് അല്ല, അത്ര വലിയ നല്ല റിസൾട്ട് എന്ന് പറയാൻ ഒക്കില്ല. ഇൻഫോസിസിനെ സംബന്ധിച്ചിടത്തോളം 1% അവരുടെ ടേൺ ഓവർ കുറയുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടായത്. ഈ IT കമ്പനികൾക്ക് പൊതുവെ US-ൽ നിന്നുള്ള വർക്കുകൾ കുറയാനുള്ള ഒരു സിറ്റുവേഷൻ വരുമെന്നുള്ള ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ആ പേടിക്കൊന്നും വലിയ കാര്യമില്ല. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഈ 2 കമ്പനികൾ കാഴ്ചവെച്ചുകൊണ്ട് തന്നെ ഈ ഒരു റീസൺ കൊണ്ട് നാളെ മാർക്കറ്റ് താഴേക്ക് വരാനുള്ള ചാൻസ് ഒന്നുമില്ല.
എന്നാൽ താങ്കൾ സൂചിപ്പിച്ച പോലെയുള്ള ഒരു കാര്യം, അതായത് US-ലെ ഇൻഫ്ലേഷൻ ഡേറ്റ ഗ്ലോബൽ മാർക്കറ്റുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡേറ്റയെ നോക്കിയിട്ടാണ് ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കണോ കൂട്ടണോ എന്നൊക്കെ US ഫെഡറൽ റിസർവും മറ്റുമൊക്കെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡേറ്റയും കൂടെ പോസിറ്റീവ് ആണെങ്കിൽ നാളെ നല്ലൊരു മാർക്കറ്റ് കിട്ടും. മറിച്ച് ആ ഡേറ്റ നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ മാർക്കറ്റിൽ ഒരു അഡ്വേഴ്സ് റിയാക്ഷൻ നാളെ ഉണ്ടാകത്തുള്ളൂ. ഏതായാലും നാളത്തെ ഈ ഒരു ഇന്നും ഈ ഒരു ഡേറ്റ മാത്രമല്ല, നാളെ ഇന്ത്യൻ ഇൻഫ്ലേഷൻ ഡേറ്റ, ഇന്ത്യൻ GDP ഡേറ്റയും വരുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റുകളെ സംബന്ധിച്ചിടത്തോളം നാളെ വളരെ നിർണായകമായിട്ടൊരു ദിവസമാണ്. ഈ ഡേറ്റകൾ എങ്ങനെയാണെന്ന് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതിനനുസരിച്ചായിരിക്കും മാർക്കറ്റിന്റെ മൂവ്മെന്റ്. ശരി, എന്തായാലും ഇന്ന് വരാനിരിക്കുന്ന അമേരിക്കയിലെ പണപ്പെരുപ്പ് നിരക്ക് അല്ലെങ്കിൽ വിലക്കയറ്റം എന്ന സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ, അതേപോലെ തന്നെ നാളെ ഇന്ത്യയിലെ ചില്ലറ വിൽപ്പന വിലക്കയറ്റം വരാനിരിക്കുകയാണ്. സാമ്പത്തിക വളർച്ചയുടെ കണക്കുകളും നാളെ വരും. ഇതൊക്കെ നാളത്തെ വിപണിയെ ബാധിക്കും. നാളെയും വിപണി നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന പ്രതീക്ഷയോടെ മാർക്കറ്റ് വ്യൂവിന്റെ ഇന്നത്തെ ക്ലോസിംഗ് ബെൽ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി നാളെ രാവിലെ 9:30 കാണാം. നമസ്കാരം.